കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഒരു തീ ഇറങ്ങിയാൽ അതിനകത്ത് പാമ്പും പഴുതാരയും തേളും പന്നിയും എല്ലാം ഒന്നിച്ച് കത്തിയൊടുങ്ങും. ഒരു തീ ഇറങ്ങിയാൽ. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കണം, ദൈവമേ, ഐ നീഡ് യുവർ ഫയർ, ഐ നീഡ് യുവർ ഫയർ, ഐ നീഡ് ടു ബി അനോയിന്റഡ് ആൻഡ് എംപവർഡ് ബൈ ദ ഫയർ ദാറ്റ് ഈസ് കമ്മിങ് ഫ്രം ഹെവൻ. ദൈവമേ, ഏലിയ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. ഏലിയ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പറയാ? ദൈവമേ, അങ്ങ് മാത്രമാണ് ഏക സത്യദൈവം. എല്ലാ ഹൃദയങ്ങളെയും അവിടുന്ന് അങ്ങിലേക്ക് തിരികെ വിളിക്കുന്നു. ഞാൻ അങ്ങയുടെ ദാസനാണ്, അങ്ങ് കൽപ്പിച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്ന് ബാലിന്റെ 400 പ്രവാചകന്മാരും അശേരായുടെ 450 പ്രവാചകന്മാരും ഇസ്രായേല് കണി കണ്ട ഏറ്റവും നരാധമൻ, ക്രൂരൻ, അധമൻ, നീചൻ, നിന്ദ്യനായ രാജാവ് ആഹാബും അവന്റെ നെറുകെട്ട ഭാര്യ ജസബലും എന്നെ എതിർക്കുന്ന സകല അന്ധവിശ്വാസത്തിന്റെ, വിഗ്രഹാരാധനയുടെ, ആഭിചാരത്തിന്റെ, മന്ത്രവാദത്തിന്റെ, ക്ഷുദ്രത്തിന്റെ, കൂടോത്രത്തിന്റെ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ നീ ജീവിക്കുന്ന ദൈവമാണെന്ന് അറിയേണ്ടതിന് നിന്റെ തീ ഇറങ്ങി വരണമേ എന്ന് ഏലിയ പ്രാർത്ഥിച്ചപ്പോ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ അഗ്നി ആകാശത്ത് നിന്ന് ഇറങ്ങി വന്നു. ബൈബിൾ ഒരു കെട്ടുകഥയല്ല. ബൈബിൾ ആരോ തങ്ങളുടെ സ്വകാര്യ നേരങ്ങളിൽ മനഞ്ഞുണ്ടാക്കിയ ഭാവന കൽപ്പിത കഥയല്ല, വിഭ്രമമല്ല, ആരുടെയോ ഭാവനാവിലാസമല്ല. ഇത് എഴുതപ്പെട്ട വചന സത്യമാണ്. ഇന്ന് ഇവിടെ നീ ദൈവത്തെ വിളിച്ചാൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നിരിക്കും.